ബ്രീഫ് ചെയ്ത് കേൾക്കുമ്പോൾ വരെ അനുമോള് പറഞ്ഞത് ചേച്ചി ഞാൻ കറിയില്ല, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചത്, ഞാൻ കറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ചെന്ന് രണ്ടാമത്തെ ദിവസം തുടങ്ങി ഞാൻ മലയാള അക്ഷരം പഠിക്കുന്നതാ. ചിലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട. ഇവർക്ക് ആർക്കും എന്ന് പറഞ്ഞാൽ 25 പേര് 24 പേർക്കും ഇഷ്ടമല്ല. എനിക്ക് പിന്നെ മനസ്സിലായി. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുട്ടിയാണ് ആദ്യം. നൂറെ പോലെ അല്ല പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യത്തിന് പുറത്ത് വരും. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ എന്നോട് ഒരാൾ പറയാണ് നീ എന്റെ കൂടെ നിൽക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ചെറിയ കിട്ടാൻ വേണ്ടി. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. ഞാൻ ഇങ്ങനെ PR അനു പേയ്മെന്റ് ഒന്നും തരണ്ടാന്ന് പോലും പറഞ്ഞവരുണ്ട്. ഒരു 3-4 പേര് പറഞ്ഞ ഫെയിം മാത്രം മതി, അനുവിനെ ഇവിടെ എത്തിച്ചു, ഇത്ര ദിവസം വരെ നിർത്തി. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. പക്ഷെ അത് ചെറിയ കുഴപ്പം എന്താ അറിയാമോ, ഞങ്ങൾ എപ്പോഴും ആലോചിക്കാറുണ്ട് നാളെ ഒരു PR ന്റെ പേരിൽ അനു അറിയപ്പെട്ട അനു ഈ കിടന്ന് അവിടെ കിടന്ന് കാണിച്ച കഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ PR ചെയ്ത് അവർ അനുവിനെ വിജയിപ്പിച്ചു എന്ന് പേര് അനു അതിന്റെ ഉള്ളിൽ 100 ദിവസം ഞാൻ കഷ്ടപ്പെടുന്നത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അവിടെ വന്ന് ഞാൻ മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ PR ഒരിക്കലും എന്താ പറയുക ജയിപ്പിച്ചെടുക്കാൻ എത്ര ലക്ഷം 50 ലക്ഷം കൊടുത്താലും നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ചെയ്യണം നമ്മൾ. അപ്പം എനിക്കിവിടെ വന്നതിന് മുന്നേ എനിക്കറിയാം എനിക്ക് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റും. ഇത്രയും പേര് എല്ലാവരും നോക്കിയിരുന്നു ആരൊക്കെ വരുന്നത്. എനിക്ക് എന്റെ കയ്യിലുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം അത് ഞാനൊരു വലിയ സംഭവം അല്ലേ. ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ, ജെന്യൂനായിട്ട് നിന്നിട്ടുള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ട് വന്നത്, ഞാൻ ഈ ഷോയിൽ വന്ന കള്ളം പറയില്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. 50,000 രൂപ കൊടുത്താൽ വോട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ആർക്ക്? അതറിയില്ല, എപ്പിസോഡിൽ പോയതാണ്. ഞാൻ പറഞ്ഞു 50,000 പറഞ്ഞാൽ വോട്ട് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു അല്ല PR ന്റെ അടുത്ത് 50,000 രൂപ കൊടുത്താൽ അവർ വോട്ട് മേടിച്ചു കൊടുക്കും. അയ്യോ അതൊക്കെ അങ്ങനെയൊക്കെ വഴിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് അതൊരു പ്രശ്നമില്ല. ആൾക്കാർക്ക് എന്തും പറയാം നിലനിൽപ്പിന് വേണ്ടിട്ട്. എന്താണെങ്കിൽ വിന്നർ ആവാൻ വേണ്ടി ഒരുപാട് ഡ്രാമ വേണോ? ഡ്രാമ കാണിക്കുമെന്നോ? ഡ്രാമ വേണോന്ന് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഇപ്പൊ വിഷമൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്ലാസ്റ്റിക് എന്തോ ജീവനുള്ളോ തോന്നും. അതിന്റെ ചിലപ്പോൾ തോന്നലായിരിക്കാം. ചിലപ്പോൾ പുറമേ കാണുന്നവർക്ക് വിചാരിക്കും എനിക്ക് വട്ടാണെന്ന് ചിലപ്പോൾ വിചാരിക്കും. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? എനിക്കുള്ള കാര്യം എനിക്ക് അവിടെ നല്ലൊരു ക്യാപ്റ്റൻ ആരും തോന്നിയില്ല. ഞാനായിരുന്നെങ്കിൽ എല്ലാവരും പാഠം പഠിപ്പിച്ചത്. ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. കാരണം എല്ലാവരും മടിച്ചീടും മടിയന്മാരുവാ സത്യമായിട്ടും. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.